നമസ്കാരം. ലക്ഷ്മി ദേവി ഏവരുടെയും വീടുകളിൽ വസിക്കണം എന്നാണ് ഏവരും ആഗ്രഹിക്കുക. അതിനായി നാം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആ വീട്ടിലെ സ്ത്രീകൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും ഉണർന്ന ഉടനെ ഇരു കൈകളും കൂപ്പി തുറന്ന് ഇനി പറയുന്ന മന്ത്രം ജപിച്ച് കണി കാണുക. കരാഗ്രവസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് ജപിക്കണം. ശേഷം പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നതിന് മുൻപ് ഭൂമി മാതാവിനെ തൊട്ട് ശിരസിൽ വച്ച് ക്ഷമാപണ മന്ത്രം ചൊല്ലണമെന്നും ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. സമുദ്രവസനേ ദേവി, പർവ്വതസ്ഥന മണ്ഡലേ, വിഷ്ണുപത്നി നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമസ്വമേ എന്നാകുന്നു. അർത്ഥം: സമുദ്രത്തിലേക്ക് കാൽവച്ചും പർവ്വതങ്ങളെ സ്ഥലങ്ങളാക്കിയും വസിക്കുന്നതും ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പ്രിയ പത്നിയുമായിരിക്കുന്ന അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്നാണ്. ഇതിനുശേഷം 3 തവണ യദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമ എന്ന് ജപിക്കണം. ദേവി ചിത്രത്തിന് മുൻപിൽ നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് അതീവ ഫലദായകമാണ് എന്നാണ് പറയുക. അത്രമേൽ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മുടങ്ങാതെ വിളക്ക് തെളിയിക്കണം. 2 നേരം ഏവർക്കും സാധിച്ചില്ല എങ്കിൽ പോലും 1 നേരമെങ്കിലും നിത്യവും കൃത്യസമയത്ത് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായി രാവിലെ 8 മണിക്ക് മുൻപായെങ്കിലും വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക. സൂര്യോദയത്തിന് മുൻപായി സാധിച്ചില്ല എങ്കിൽ രാവിലെ 8 മണിക്ക് മുൻപായെങ്കിലും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീ വിളക്കാണ് എങ്കിൽ തീർച്ചയായും പുരുഷൻ അതിലെ എണ്ണയായിരിക്കണം. നിത്യവും തുളസി ദേവിക്ക് അഥവാ തുളസിക്ക് ജലം സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതിരാവിലെ ജപിക്കണം. രാവിലെ മാത്രമാണ് ഇപ്രകാരം തുളസിക്ക് ജലം സമർപ്പിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ലക്ഷ്മി നാരായണ പ്രീതിയാണ് ഇതിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. തുളസി ചെടി വീട്ടിൽ എല്ലാവരും നടുന്നതുമാണ്. എന്നാൽ ഇതിന് വാസ്തുവുമായി ബന്ധമുണ്ട് എന്ന് പലർക്കും സംശയമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം തുളസി ചെടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ലക്ഷ്മി ദേവിയുടെ പര്യായമാണ് തുളസിയായി ഏവരും കണക്കാക്കുന്നത്. അഥവാ ലക്ഷ്മി ദേവിയുടെ മുടിയാണ് എന്നാണ് സങ്കല്പം. സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ അകറ്റുന്നതിന് തുളസിച്ചെടി സഹായിക്കുന്നുമുണ്ട്. തുളസിച്ചെടിയെ നിത്യവും ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ ആരാധിക്കുകയും തുളസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഉടൻ തന്നെ പരിഹരിക്കുകയും വേണം എന്നാണ് പറയുക. വാസ്തുവിലും ജ്യോതിഷത്തിലും തുളസിക്കുള്ള പ്രാധാന്യം അത്രമേൽ വലുതുമാണ്. പതിവായി തുളസി ദേവിയെ അഥവാ തുളസിയെ പൂജിക്കുന്നതും ജലം അർപ്പിക്കുന്നതും ഉത്തമമാണ്. എന്നാൽ വൈകുന്നേരം ഒരു കാരണവശാലും തുളസിയെ പിച്ചിയെടുക്കുകയോ തൊടുകയോ ചെയ്യരുത്. കാരണം ഇത് നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഏകാദശി, ഞായർ, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്നീ ദിവസങ്ങളിലും തുളസിയിൽ തൊടരുത് എന്നാണ് പറയുക. എന്നാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ തുളസി ദേവിക്ക് ജലം അർപ്പിക്കുവാനും പാടുള്ളതല്ല. തുളസി ലക്ഷ്മി ദേവിയുടെ അവതാരമായതുകൊണ്ട് തന്നെ പാലഭിഷേകവും നടത്താറുണ്ട്. ഇത് നിങ്ങളിലെ ദൗർഭാഗ്യം ഇല്ലാതാക്കും എന്നാണ് പറയുക. സൗഭാഗ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. 4 മണി മുതൽ വെളുപ്പിന് 4 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കുളിക്കുക. ശാസ്ത്രഗ്രന്ഥമായ ധർമ്മശാസ്ത്രം വ്യത്യസ്ത സമയപരിധിക്കുള്ളിൽ വ്യത്യസ്ത തരം കുളികളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അവ മുനിസ്നാനം, ദേവസ്നാനം, മനുഷ്യസ്നാനം, രാക്ഷസ സ്നാനം എന്നിങ്ങനെയാണ്. മുനിസ്നാനം പുലർച്ചെ 4-നും 5-നും ഇടയിൽ കുളിക്കുന്നത് മുനിസ്നാനം എന്നാണ് പറയുക. കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇത്. ഈ സമയത്ത് കുളിക്കുന്നത് സന്തോഷം, മികച്ചതായ ആരോഗ്യം, രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം, മികച്ചതായ ബുദ്ധി, ഏകാഗ്രത എന്നിവ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികളോട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പഠിക്കുവാൻ ഇരിക്കണം എന്ന് പരാമർശിക്കണം. അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം.
ദേവസ്നാനം രാവിലെ അഥവാ വെളുപ്പിന് 5-നും 6-നും ഇടയിൽ കുളിക്കുന്നതിനെ ദേവസ്നാനം അല്ലെങ്കിൽ ദേവന്മാരുടെ കുളി എന്ന് വിളിക്കുന്നു. പ്രശസ്തി, സമൃദ്ധി, മനസമാധാനം, സുഖപ്രദമായ ജീവിതം എന്നിവയാണ് ഫലമായി വന്നു ചേരുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകാതെ നോക്കുന്നതിനും നിങ്ങൾക്ക് ഈ സമയത്തെ കുളി സഹായിക്കുന്നതുമാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ ഈ സമയം മികച്ച എനർജിയും പോസിറ്റീവ് ഊർജവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതുമാണ്. മനുഷ്യ സ്നാനം ഈ സമയത്താണ് മനുഷ്യർ കുളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം മനുഷ്യരുടെ കുളി എന്നാണ് പറയുക. സമയം രാവിലെ 6-നും 8-നും ഇടയിൽ കുളിക്കുന്നതിനെയാണ് മനുഷ്യ സ്നാനം എന്ന് പരാമർശിക്കുന്നത്. ഈ സമയങ്ങളിൽ ആളുകൾ കുളിക്കുകയാണ് എങ്കിൽ ഭാഗ്യവും ഐക്യവും സന്തോഷവും കാത്തിരിക്കുന്നു എന്ന് ധർമ്മശാസ്ത്രം പരാമർശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുളിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാകുന്നു. നിത്യവും കുളിച്ചില്ല എങ്കിലും തലമുടി നിത്യവും അഴിച്ച് മുടി ഊരി കെട്ടണം എന്നാണ് പറയുക. അത് അസുഖ ബാധിതരായിരിക്കുന്ന സമയത്താണ് പരാമർശിക്കുന്നത്. അസുഖ ബാധിതരായിരിക്കുന്ന സമയത്ത് നിത്യവും കുളിക്കുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ള സമയത്ത് തീർച്ചയായും ഈ കാര്യം ഏവരും ചെയ്യുക. അടുക്കളയിൽ കുളിച്ചതിന് ശേഷം മാത്രം പ്രവേശിക്കണം എന്നാണ് പറയുക. ഇത് ഏവർക്കും സാധ്യമായ കാര്യമല്ല എങ്കിൽ പോലും നിങ്ങൾ ശ്രമിക്കേണ്ടതായ ഒരു കാര്യമാണ്. പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യമുള്ള ഇടമാണ് അടുക്കള. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. രാവിലെ ഓം ലക്ഷ്മി ദേവിയെ നമ എന്ന് 3 തവണ ജപിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. രാമായണം 7 കാണ്ഡങ്ങളിലായി വാൽമീകി മഹർഷി എഴുതിയ ആദ്യ കാവ്യമായ രാമായണം ഭക്തിയോടെ കർക്കിടക മാസത്തിൽ ഉടനീളം പാരായണം ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമാകുന്നു. എന്നാൽ നിത്യവും ഒരു വരിയെങ്കിലും വിളക്ക് തെളിയിച്ച് പാരായണം ചെയ്താൽ ആ വീടുകൾക്ക് നാൾക്ക് നാൾ ഉയർച്ചയാണ് വന്നു ചേരുക. ഉറങ്ങുന്നതിന് മുൻപ് അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. എച്ചിൽ പാത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ കഴുകി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഉറങ്ങുന്നതിന് മുൻപ് ഇഷ്ടദേവതയുടെ നാമം അല്ലെങ്കിൽ രാമായണം ഒരു വരിയെങ്കിലും പാരായണം ചെയ്യുന്നത് ഉത്തമമാകുന്നു. നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും കിളികൾക്കും മറ്റും ജലം നൽകുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യം കൂടിയാകുന്നു.